നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ പൊട്ടിത്തെറിയുണ്ടാക്കുന്ന എന്തുള്ളടക്കമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്? എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഒളിച്ചു വയ്ക്കാൻ പിണറായി സർക്കാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് മലയാള സിനിമയിലെ ഒരു വരേണ്യവർഗം ആഗ്രഹിക്കുന്നത്? കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല ഉള്ളറ കഥകളുമുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും നാണം കെട്ട പല സംഭവങ്ങളുടെയും വിവരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമയിലെ ചീഞ്ഞു നാറിയ പല കിടപ്പറ കഥകളുടെയും രഹസ്യങ്ങളടക്കം ചുരുളഴിക്കുന്നതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന പ്രാഥമികമായ വിവരങ്ങൾ പുറത്തു വരുന്നു. റിപ്പോർട്ടർ TV ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് പ്രേക്ഷകരോട് പങ്കുവച്ചത്. അതായത് റിപ്പോർട്ടർ TV പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ വളരെ പ്രസക്തമായി ചൂണ്ടിക്കാട്ടുകയാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിടാനായിരുന്നു സർക്കാർ തീരുമാനിച്ചത്. വിവരാവകാശ കമ്മീഷന്റെയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെയും നിർദ്ദേശപ്രകാരമായിരുന്നു ആ നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയത്. എന്നാൽ ആ ഘട്ടത്തിൽ നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിന്നും ഒരു തരത്തിലുള്ള നിർദ്ദേശവും ഉണ്ടായില്ല. ഹൈക്കോടതി തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന് സർക്കാർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു. എന്നാൽ ചില മാധ്യമങ്ങൾക്ക്, ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക്, ചില മാധ്യമ പ്രവർത്തകർക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ ചോർത്തി കിട്ടിയിരുന്നു. അതിലെ ചില പോയിന്റുകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. അരുൺകുമാർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ മലയാള സിനിമ പ്രേമികളെ ഞെട്ടിപ്പിക്കുന്നതാണ്. മലയാള സിനിമയിൽ കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾ എന്നൊരു വിഭാഗമുണ്ട്. ആ കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകളുടെ പണി പ്രധാനമായും സിനിമാ മേഖലയിലേക്ക്, മലയാള സിനിമാ മേഖലയിലേക്ക് പുതിയതായി കടന്നു വരുന്ന നടിമാരെയും പുതുമുഖ നായികമാരെയും ഒക്കെ വഴക്കിയെടുക്കുകയാണ്. മലയാള സിനിമയിലെ പ്രമുഖന്മാർക്ക് വേണ്ടി ഇവരെ കൃത്യമായി വാർത്തെടുക്കുക, മോൾഡ് ചെയ്തെടുക്കുക എന്ന ജോലിയാണ് ഈ കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾക്കുള്ളത്. ഈ കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾ എന്നാൽ ഈ പ്രധാനികളുടെ തൊട്ടടുത്ത ആളുകളാണ്. അപ്പോൾ ഈ പ്രധാനികൾ ഈ കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകളെ പ്രധാനമായും നിയോഗിക്കുന്നത് സിനിമയിലേക്ക് എത്തുന്ന പുതുമുഖ നടിമാരെ, പുതിയ കഥാപാത്രങ്ങളെ എത്തുന്ന നടിമാരെ, അവരെയൊക്കെ മറ്റുള്ളവരുടെ, അതായത് പ്രധാനികളുടെ ഇംഗിതത്തിന് വഴക്കിയെടുക്കാൻ തരത്തിൽ ഇവരെ പാകപ്പെടുത്തുക എന്നൊരു ജോലിയാണ് ഈ കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകൾക്കുള്ളത്. അത് മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. മലയാള സിനിമയിൽ കഴിഞ്ഞ നിരവധി കാലങ്ങളായി ഇത്തരം പുഴുക്കുത്തുകൾ നടക്കുന്നു എന്ന് റിപ്പോർട്ടർ TV തന്നെ വെളിപ്പെടുത്തുകയാണ്. റിപ്പോർട്ടർ TV പുറത്തുവിടുന്ന രണ്ടാമത്തെ പ്രധാന കാര്യം, ഇത്തരത്തിൽ സിനിമയിലേക്ക് പുതുമുഖമായി എത്തുന്ന നടിമാരെ, അഭിനേത്രിമാരെ, അവരെ വഴക്കിയെടുക്കാൻ മറ്റൊരു ഉപായം കൂടി നടത്തുന്നുണ്ട്, പ്രയോഗിക്കുന്നുണ്ട്. അത് അടുത്ത വിദേശ ഷോകളിൽ ഇവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആ വിദേശ ഷോകളിൽ കൊണ്ടുപോയി അവിടെ വിദേശ പര്യടനം നടത്തുന്നതിനിടയിൽ കൃത്യമായ സമയം ലഭിക്കുന്നു, സാഹചര്യം ലഭിക്കുന്നു. ഇവരെ തങ്ങളുടെ ഇംഗിതത്തിന് വഴക്കിയെടുക്കാൻ ഈ കോപ്പറേറ്റീവ് ആർട്ടിസ്റ്റുകളെയും വിദേശത്തേക്ക് കൊണ്ടുപോകും. ഇവർ ചേർന്ന് ഈ നടിമാരെ അല്ലെങ്കിൽ ഈ പുതിയ അഭിനേത്രികളെ കൃത്യമായി സാഹചര്യത്തിനനുസരിച്ച് വഴക്കിയെടുത്ത് ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന തലത്തിലേക്ക് എത്തിക്കും. ഇതാണ് ഈ റിപ്പോർട്ടിലെ മറ്റൊരു പരാമർശമായി റിപ്പോർട്ടർ TV പറയുന്നത്. അതുപോലെ തന്നെ റിപ്പോർട്ടർ TV പുറത്തുവിടുന്ന മറ്റൊരു കാര്യം, ഈ റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് ഒരാൾ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്, ആകെ ഒന്ന് നനഞ്ഞാൽ പിന്നെ കുളിരിന്റെ കാര്യമില്ലല്ലോ. അപ്പോൾ അത്രത്തോളം യാതനകളും വേദനകളും തിരിച്ചടികളും പീഡനങ്ങളുമാണ് മലയാള സിനിമയിൽ നടിമാർ നേരിടുന്നത് എന്ന തരത്തിലുള്ള സൂചനകളും റിപ്പോർട്ടുകളും അടങ്ങിയതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് റിപ്പോർട്ടർ TV അടിവരയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടാൻ തയ്യാറായി സജ്ജീകരണങ്ങളുമായി കാത്തിരുന്നതാണ് റിപ്പോർട്ടർ TV എന്നാണ് എക്സിക്യൂട്ടീവ് എഡിറ്റർമാരടക്കം പറയുന്നത്. എന്നാൽ തടസ്സങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും, സാങ്കേതികമായ തടസ്സങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും കേവലം തിങ്കളാഴ്ച വരെ കാത്തിരിക്കാനുള്ള ഒരു മാന്യത അവർ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കങ്ങൾ പൂർണ്ണമായും പുറത്തുവിടാത്തതെന്ന് റിപ്പോർട്ടർ TV അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ പൊതുസമൂഹത്തോട്, കേരളത്തിലെ സിനിമാ സ്നേഹികൾക്ക് മുന്നിൽ ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ, പ്രധാനപ്പെട്ട 1-2 പരാമർശങ്ങൾ അവ തന്നെ പുറത്തുവിട്ട്
മലയാള സിനിമാ മേഖലയെ ഞെട്ടിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ TV. കാരണം ഇത് മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കൽ തന്നെയാണ്. മലയാള സിനിമയിൽ ചില വഴക്കങ്ങളും ചില നിർബന്ധങ്ങളും ചില അണിയറ കഥകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും കാലങ്ങളായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ മലയാള സിനിമയിൽ നടിമാർ നേരിടുന്നത് ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു വരേണ്യവർഗം, ആ വരേണ്യവർഗം തീരുമാനിക്കും ഒരു സിനിമയിൽ ആര് നായികയാകണമെന്നുള്ളത്. ഒരു വരേണ്യവർഗം തീരുമാനിക്കും ഒരു സിനിമയിൽ ആര് നായിക ആകണ്ട എന്നുള്ളത്. ഒരു സിനിമയിൽ എത്ര ജൂനിയർ ആർട്ടിസ്റ്റുകൾ, എത്ര സഹനടിമാർ വേണമെന്ന് ഈ പ്രധാനികൾ തീരുമാനിക്കും. ആ പ്രധാനികളുടെ ഇംഗിതത്തിന് പ്രൊഡ്യൂസർക്കും സംവിധായകനും വഴങ്ങേണ്ടി വരും. അങ്ങനെ ഇത്തരത്തിൽ നിർദ്ദേശിക്കുന്ന ഈ സഹനടിമാരെയും ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാൻ ഈ പ്രധാനികൾ നിർബന്ധിക്കും. അത് നടന്നില്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നും ഔട്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി ആളുകൾ പങ്കുവച്ച കാര്യമെന്ന് റിപ്പോർട്ടർ TV തന്നെ പറയുന്നു. എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് മലയാള സിനിമാ മേഖലയിലെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നത്? ആ ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം. മറ്റെല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കുന്നത് പോലെ മലയാള സിനിമയിലെ സ്ത്രീകൾക്കും സംരക്ഷണം ഉണ്ടാകണം. മലയാള സിനിമയിലെ സ്ത്രീകളുടെ മാന്യത ഉയരണം. അവർക്ക് അർഹമായ എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടണം. അവർക്ക് അർഹമായ അംഗീകാരം കിട്ടണം. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം മറനീക്കി പുറത്തു വരണം. ആ പ്രശ്നം പൊതുസമൂഹം ചർച്ച ചെയ്യണം. സുരേഷ് ഗോപി പറഞ്ഞത് വളരെ കൃത്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മറച്ചു പിടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂഴ്ത്തി വയ്ക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ നടനും ഇടതുപക്ഷ സഹയാത്രികളും MLA-യുമായ നമ്മുടെ MLA-യും CPM നേതാവുമായ മുകേഷ് പറയുന്നത്, നടനും കൂടിയാണ്, അദ്ദേഹം പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒരു ചുക്കുമില്ല. ഞാൻ 4 മണിക്കൂറിലധികം ജസ്റ്റിസ് ഹേമയുമായി സംസാരിച്ചിരുന്നു. അതിലൊന്നും തന്നെ പുതുമയുള്ള കാര്യങ്ങളില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു സർക്കാർ സംവിധാനത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു കമ്മിറ്റി റിപ്പോർട്ട് സ്വകാര്യമായി പരിശോധിക്കുന്നതിനും അതിൽ ഒന്നും തന്നെ ഇല്ല എന്നും പൊതുസമൂഹത്തോട് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു MLA ആയ മുകേഷിന് എങ്ങനെ കഴിയുന്നു? ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ തന്നെ പറയുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒരു ഭൂകമ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒരു ഭൂകമ്പവും ഉണ്ടാകില്ലെന്ന് കേരളത്തിലൊരു മന്ത്രി പറയുമ്പോൾ ഭൂകമ്പം ഉണ്ടാകാനുള്ള കണ്ടന്റുകൾ, ഉള്ളടക്കങ്ങൾ, ആ ഉള്ളടക്കങ്ങളെ പൂർണ്ണമായും മായ്ച്ചുകൊണ്ട് തങ്ങൾക്ക് ഒരു ദോഷവുമില്ലാത്ത ചില ഉള്ളടക്കങ്ങൾ മാത്രം അവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് നിരവധി പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പല ഭാഗങ്ങളും വെട്ടി ഒഴിവാക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ച് അല്ലെങ്കിൽ പുറത്തുവിടാനുള്ള നീക്കം സർക്കാർ നടത്തിയത്. അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളടങ്ങിയ ഏറ്റവും നിർണായകമായേക്കാവുന്ന ഏറ്റവും വിവാദമായേക്കാവുന്ന പല മേഖലകളും പല പേജുകളും ഒഴിവാക്കി എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ്. പ്രധാനപ്പെട്ട റിപ്പോർട്ടിനൊപ്പം അനുബന്ധ റിപ്പോർട്ടുകളുമുണ്ട്. ഈ അനുബന്ധ റിപ്പോർട്ടുകളിലും ഇത്തരം കിടപ്പറ കഥകളുടെയും ഇത്തരം പീഡനങ്ങളുടെയും ഒക്കെ വലിയ വലിയ പരാമർശങ്ങളുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരികയാണ്. അതൊക്കെ പുറത്തു വന്നാൽ പല പ്രമാണിമാരുടെയും മുഖം മൂടി വലിച്ചു കീറപ്പെടും. പല പ്രമാണിമാർക്കും പിന്നെ തലയുയർത്തി പൊതുസമൂഹത്തിൽ നടക്കാനാകില്ലെന്നും പിന്നെ പല പ്രമാണിമാരുടെയും പല തലയെടുപ്പുള്ളവരുടെയും തനി നിറം പൊതുജനം അറിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത്. വമ്പന്മാരുടെ തനിനിറം പുറത്തു വന്നാൽ നാറുന്നത് ചില്ലറക്കാരൊന്നുമായിരിക്കില്ല. എന്തായാലും റിപ്പോർട്ടർ TV കാണിച്ച ആ ആർജവത്തിന്, ആ തൻ്റെ ഇടത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ തീരൂ. കാരണം അവർ മാത്രമാണ് തുറന്നു പറഞ്ഞത് ചില പുഴുക്കുത്തുകൾ ഈ സിനിമാ മേഖലയിലുണ്ട്. ചെറിയ പുഴുക്കുത്തുകളല്ല, വലിയ പുഴുക്കുത്തുകൾ. ജൂനിയർ ആർട്ടിസ്റ്റുകളായി വരുന്ന നടിമാരോട് കിടക്കറ പങ്കിടാൻ പറയുന്ന ആളുകൾ വരെ ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ അടങ്ങിയതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് റിപ്പോർട്ടർ TV തന്നെ വ്യക്തമായി പറയുകയാണ്.